ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കടുത്ത വേനൽ ചൂടിലൂടെയാണ് നമ്മുടെ കേരളം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി 12 ജില്ലകളിലും ഉയർന്ന താപനിലയുടെ മുന്നറിയിപ്പ് നൽകിയൊരു സന്ദർഭമാണ് ഈ സാഹചര്യത്തിലുള്ളത്. നമ്മുടെ ഇടുക്കി അതുപോലെ തന്നെ വയനാട്, ഈ 2 ജില്ലകൾ മാത്രമാണ് ഈ ഒരു മുന്നറിയിപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. ബാക്കി 12 ജില്ലകളിലും ഏകദേശം കഴിഞ്ഞ ഒരു 50 വർഷത്തെ ശരാശരി പ്രകാരം ഇത്രയും വലിയ ചൂട് ഉയർന്നു വന്നിട്ടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അടക്കമുള്ള ഏജൻസികൾ അറിയിക്കുന്ന ഒരു കാര്യം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളെല്ലാവരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ആരോഗ്യ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ എല്ലാവരും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നോമ്പ് കൂടി അനുഷ്ഠിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ ചൂട് കാലത്ത്, പ്രത്യേകിച്ച് ഈ ചൂട് കൂടിയ കാലത്ത് മറ്റു ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം പകൽ സമയങ്ങളിലൊക്കെ ധാരാളം വെള്ളം കുടിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ നോമ്പുകാരായതുകൊണ്ട് തന്നെ അതിന് സാധ്യമല്ലാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ പാലിക്കുന്നതിലേറെ ജാഗ്രത ഈ വിഷയത്തിൽ പാലിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 11 മണിയുടെയും 3 മണിയുടെയും ഇടയിലുള്ള സമയം, കൂടുതൽ സമയത്ത് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കുക എന്നതാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് വെയിൽ കൊണ്ടുള്ള ജോലികൾ എടുക്കുന്നതൊക്കെ പരമാവധി അതിന്റെ സമയക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് അത് സമയം മാറ്റിവെക്കുവാൻ ശ്രദ്ധിക്കുക എന്നത് പ്രധാനമാണ്. കാരണം ശരീര താപനില 40 ഡിഗ്രിക്ക് മുകളിൽ ഉയർന്നാൽ അത് ഹൈപ്പർ തെർമിയ എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ നയിക്കും. അത് ശരീരത്തിന് പൊള്ളലേൽക്കാൻ കാരണമാകും, വലിയ ആഘാതങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നോമ്പായതുകൊണ്ട് നമ്മൾ രാത്രി സമയത്ത് ധാരാളമായി വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിർജ്ജലീകരണം മൂലം ഈ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകും. സാധാരണ നമുക്ക് ദാഹമുണ്ട് എന്ന് നമ്മുടെ തലച്ചോറിലേക്ക് വിവരങ്ങൾ നൽകുന്നതിന് മുമ്പ് തന്നെ നമുക്കത് സംഭവിക്കും. അതാണ് ഈ സന്ദർഭത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് ഒരുപക്ഷെ ദാഹിക്കൂല, പക്ഷേ നമുക്ക് ആ വെള്ളമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയും നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് തന്നെ തകർന്നു പോകുകയും ഒക്കെ ചെയ്യുവാൻ അത് കാരണമാകും. മാത്രവുമല്ല, മൂത്രച്ചൂട് പോലെയുള്ള അസുഖങ്ങൾ കൂടുതൽ കടന്നു വരാനും അത് നമ്മുടെ നോമ്പിനെ തന്നെ, ഇനിയുള്ള മുന്നോട്ടുള്ള നോമ്പിനെ തന്നെ ബാധിക്കുവാനും ഒക്കെ അത് വൻതോതിൽ കാരണമാകും. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ ധാരാളമായി വെള്ളം, അതും തന്നെ പല ഘട്ടങ്ങളായി ഒന്നിച്ച് ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് പകരം ജ്യൂസുകളും അതുപോലെ തന്നെ മറ്റു പഴച്ചാറുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയായി പല സന്ദർഭങ്ങളിലായി വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ധാതു ലവണങ്ങളും അതുപോലെ തന്നെ ജലാംശവുമുള്ള വത്തക്ക, പപ്പായ, അതുപോലെ പൈനാപ്പിൾ, വെള്ളരിക്ക, സപ്പോട്ട, നേന്ത്രപ്പഴം, ചെറുപഴം, അങ്ങനെയുള്ള ഈ ഈത്തപ്പഴം, മാങ്ങ, അതുപോലെയുള്ള പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ആ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ കുറെ അധികം നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പ്രതിരോധിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ അത്താഴ സന്ദർഭത്തിൽ അത് അരിഭക്ഷണത്തിൽ മാത്രം നമ്മൾ ഒതുക്കാതിരിക്കുക. അതിൽ പരമാവധി പ്രോട്ടീൻ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ പാലും പഴവും ഒക്കെ ധാരാളമായി അതിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടീനും അതുപോലെ തന്നെ ജലാംശവും അന്നജവും ഒക്കെ അതിൽ വർദ്ധിക്കുവാൻ കാരണമാവും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ, നോമ്പെടുക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രായോഗികമായി ശ്രദ്ധിക്കേണ്ട ഇതുപോലെ സമാനമായ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കി അത് ശ്രദ്ധിക്കുക. അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് തവക്കുലാക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. രണ്ടാമതായി, ഈ ഒരു ചൂട് കഠിനമായിരുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വിശ്വാസികളെ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം, ഈ ചൂടിനൊക്കെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചാൽ കുറെ ശമനം കിട്ടും. എന്നാൽ നമുക്ക് ശമനം കിട്ടാത്ത, ഒരിക്കലും രക്ഷ കിട്ടാത്ത ഒരു ചൂടാണ് നരകാഗ്നി എന്ന് പറയുന്നത്. അവിടെ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
ആ ചൂട് നമുക്ക് തണുപ്പിക്കാൻ കഴിയില്ല. ആ ചൂടിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവിടെ അത്യുഷ്ണം അല്ലെങ്കിൽ അതിശൈത്യം, ഒരു ബാലൻസ് ചെയ്ത അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് അതിശൈത്യമായ വെള്ളം നമുക്ക് അത് ഐസിക രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മളെ ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് അത്യുഷ്ണവും. വളരെ വലിയ ഉഷ്ണമുള്ള നല്ല കൊടും ചൂടുള്ള, അതിലേക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്. പക്ഷെ ദാഹിക്കുന്ന ഒരാൾക്ക് തിളച്ച വെള്ളമാണ് കൊടുത്തതെങ്കിൽ അയാൾക്ക് ആ വെള്ളം കൊണ്ട് ഉപകാരമാണുള്ളത്. വെള്ളമാണ്, പക്ഷേ ആ വെള്ളം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം കിട്ടുകയില്ല. അപ്പൊ നരകാഗ്നിയിൽ കത്തിക്കപ്പെടുന്നതും അവിടെ നൽകപ്പെടുന്നതും എന്ന് പറയുന്നത് ഒന്നുകിൽ അത്യുഷ്ണം അല്ലെങ്കിൽ അതിശൈത്യം. ഒരിക്കലും മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതായിരിക്കുകയില്ല എന്നാണ്. അതായത് ഈ ഭൂമി മുഴുവൻ നമ്മളുടേതാണെന്ന് കരുതുക. ഈ ഭൂമി മുഴുവൻ, ഇതിന്റെ അവകാശം മുഴുവൻ നമ്മളാണെന്ന് കരുതുക. എന്നാൽ നരകത്തില് നരകത്തിലെ ചെറിയ ശിക്ഷ ആസ്വദിക്കുന്ന വ്യക്തിയോട് പറയാണ് ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ഇതിന് പകരമായി നൽകുമെന്ന് ചോദിച്ചാൽ അയാൾ അതിന് സമ്മതിച്ചു കൊടുക്കുമെന്നാണ്. അന്നല്ലാഹ യഖൂലു ലഅഹ്വനി അഹ്ലി നാരി അദാബൻ ലൗ അന്ന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ കുൻത തഫ്തദി ബിഹി. അതായത് നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നയാളോട് അന്ത്യനാളിൽ അല്ലാഹു ചോദിക്കും, ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും നിനക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ഈ നരകശിക്ഷക്ക് പകരമായി അത് നീ പകരം നൽകാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ കാല അവൻ പറയും നഅം, അതെ, എല്ലാം തന്നിട്ടായാലും വേണ്ടില്ല, എനിക്കിത് ഇന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആളല്ല, ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളാണ്. അപ്പോൾ വലിയ ശിക്ഷയുടെ അവസ്ഥ എന്തായിരിക്കും? അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ തീയിന്റെ ചൂടിന്റെ 70 ഇരട്ടിയാണ് നാളെ നരകത്തിൽ കത്താനിരിക്കുന്നത് എന്നാണ്. സ്വഹാബത്തിന് സംശയമുള്ളത് കൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഈ തീ തന്നെ, ഇവിടെയുള്ള തീ തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതാണല്ലോ, അതുപോലെ 70 ഇരട്ടിയോ? അതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? കാല അപ്പോ പറഞ്ഞു, ഫഇന്നഹാ ഫുളിലത് അലൈഹാ ബിതിസ്അത്തിൻ വസിത്തീന ജുസ്അൻ കുല്ലുഹാ മിസ്ലു ഹജ്ജിഹാ. ഈ 70ലേക്ക് ഇവിടെയുള്ള 69 കൂടി ചേർത്താൽ എത്രയുണ്ടോ അത്രയുമാണ് നരകത്തിലുള്ളത് തീ എന്നാണ്. അത് കുല്ലുഹ മിസ്ലു ഹജ്ജിഹ, അതിലെ ജുസ്അൻ കുല്ലുഹ മിസ്ലു ഹജ്ജിഹ, അതിലെ ഓരോന്നും അതുപോലെ സമാനമായിരിക്കുമെന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തീ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ. അപ്പൊ നമ്മളെല്ലാവരും വന്നത് വാഹനങ്ങളിലാണ്, മിക്കവാറും ആളുകൾ. ആ വാഹനം വെയിലത്ത് നിർത്തിയിട്ടുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് കടന്നു വന്നത്. ഇനി ജുമുഅ കഴിഞ്ഞൊരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അതേ വാഹനത്തിന്റെ ഡോറ് തുറക്കുമ്പോൾ അതിനുള്ളിലേക്ക് കയറിയിരിക്കാൻ കഴിയാത്ത വിധം അതിന്റെ ഉള്ളിൽ ചുട്ടുപൊള്ളിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് AC ഇട്ടാൽ, വിൻഡോ താഴ്ത്തി വെച്ചാൽ, വണ്ടി മൂവ് ചെയ്താൽ ഒരു പക്ഷെ അതിന്റെ ഉള്ളിൽ കൂളാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഈ നരകം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആശ്വസിക്കാനോ ആശ്വസിപ്പിക്കുവാനോ കഴിയാത്തതാണ്. അവിടെ ജീവിതവുമില്ല മരണവുമില്ല എന്നാണ്. മാത്രവുമല്ല മനുഷ്യന്റെ തൊലിയാണത്രേ ഏറ്റവും ചൂട് നമുക്ക് അനുഭവഭേദ്യമാകുന്ന ഒരവയവം എന്ന് പറയുന്നത്. ആ തൊലി മുഴുവൻ കത്തിപ്പോയി കഴിഞ്ഞാൽ, കരിക്കട്ടയായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വലിയ ചൂടുണ്ടാവില്ല, അത് അനുഭവിക്കാൻ കഴിയില്ല. ഈ രാജ്യത്ത് തന്നെ പല ആളുകൾ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് കത്തി കഴിയുന്നതോടുകൂടി അയാൾ മരിക്കുകയാണ്. പിന്നെ കരിക്കട്ടയായി നമുക്ക് കാണുന്നവർക്ക് വേദന തോന്നുന്നുണ്ടെങ്കിലും അയാൾ അത് അനുഭവിക്കുന്നില്ല. പക്ഷെ നരകം എന്ന് പറയുന്നത് മരിക്കൂല എന്നുള്ളതാണ് പ്രശ്നം. ആ തൊലി ഒന്ന് കത്തിപ്പോകുമ്പോഴേക്കും അടുത്ത തൊലി തരുമെന്നാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്രീഹിം നാറാ കുല്ലമാ നമിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. എന്താ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തങ്ങൾ നാം അവതരിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹ് പറയാണ്, ഇതെന്തിനു വേണ്ടിയാണ് ഈ ദൃഷ്ടാന്തങ്ങൾ? ഇതിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്. നീ മരിക്കും, മരണശേഷമാണ് യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നത്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. അവിടെ സ്വർഗം ലഭിക്കണമെങ്കിൽ നീ ഇന്ന രീതിയിൽ നിന്റെ ജീവിതത്തെ നീ ചിട്ടപ്പെടുത്തണം, അതല്ലെങ്കിൽ നീ നരകാഗ്നിയിലാണ് അകപ്പെടുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൃഷ്ടാന്തം കൊണ്ട് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ദൃഷ്ടാന്തങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് അതൊക്കെ മരിക്കുമ്പോഴല്ലേ ലഹരിക്ക് അടിമപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഉപദേശിച്ച് അവസാനം അതിൽ നിന്ന് മടങ്ങാത്ത ഒരു വ്യക്തിയോട് വീണ്ടും അവരുടെ ഒരു ബന്ധു ഈ നാൾ കബറ് പോകുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ,
ആ മണ്ണുക്ക് പോണ്ട മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അയാളെ പ്രതികരണം എന്താന്ന് ചോദിച്ചാൽ, അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല, അത് ഞാനും മണ്ണൊയ്ക്കോളാം. മനസ്സിന്റെ ഒരു അവസ്ഥ പോയ എത്തുന്ന അവസ്ഥയാണ് വിശ്വസിങ്ങൾ. ഇങ്ങനെ നിഷേധിയായി എന്ത് പറഞ്ഞാലും അംഗീകരിക്കാത്ത, അതിനെയൊക്കെ മറുപക്ഷം കാണുന്ന, താൻ പോകുന്നത് പോലെ തന്നെ പോകുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥ. അതാണ് ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവർ അവിശ്വസിച്ചുകൊണ്ട് അത് കളവാക്കിക്കൊണ്ടുള്ള ആളുകൾ, സൗഫ നുസ്ലീഹിം നാറാ, അവർ ആ നരകാഗ്നി അനുഭവിക്കുക തന്നെ ചെയ്യും, അവർ കത്തി എരിയുക തന്നെ ചെയ്യും. നുസ്ലീഹിം സ്വലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലി ഇങ്ങനെ കത്തിപ്പോകുന്നതിനാണ് അത് പറയാം. അത് കത്തിപ്പോകുമ്പോ രണ്ടാമത് വരും കുല്ലമാ നളിജത് ജുലൂദുഹും, അത് വെന്തു പോകുമ്പോഴെല്ലാം, അവരുടെ തൊലി വെന്തുരുകി പോകുമ്പോഴെല്ലാം ബദ്ദൽനാ ലഹും ജുലൂദൻ ഗൈറഹാ, അതുപോലെയുള്ള തൊലി രണ്ടാമത് അല്ലാഹു നൽകും. എന്തിനു വേണ്ടി? ലിയദൂഖുൽ അദാബ്, അവന് ശിക്ഷ ആസ്വദിപ്പിക്കാൻ തന്നെയാകുന്നു അത്. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ, അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. യാതൊരു അനീതിയും അധർമ്മവും അല്ലാഹു ആരോടും ചെയ്യുകയില്ല എന്നാണ്. നമ്മള് ഇവിടെ ആയുസ് നൽകിയത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അല്ല, മറിച്ച് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചു മരിക്കാൻ. ആ പണിയെടുക്കാത്തവൻ ഒരുക്കി വെച്ചിരിക്കുന്നതിന്റെ പേരാണ് ജഹന്നം എന്ന് പറയുന്നത്. ആ ജഹന്നമിന്റെ അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് അത്രേ വേനൽ ചൂടെന്ന് പറയും. വേനൽ ചൂട് നരകത്തിലെ ആവിയാകുന്നു, ആവിയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ പറ്റും. അപ്പൊ ഈ ചൂട് കാലത്ത് നടക്കുമ്പോ ഭയങ്കര ചൂട്, എന്താലേ ചൂട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതിലും വലിയൊരു ചൂട് താങ്ങാനാവാത്ത ഒരു ചൂടിന്റെ മുമ്പിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ എന്ന ഒരു ഓർമ്മ നമുക്ക് ഏത് സമയവും ഉണ്ടാകണം. അത് ചിന്തിക്കുമ്പോഴാണ്, അത് കുറെ കഴിഞ്ഞിട്ടുള്ളൂ, എനിക്ക് 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എനിക്ക് 40 ആയിട്ടുള്ളൂ, എത്ര കാലം നീണ്ട്, അതൊക്കെ വെറുതെ. ഈ ജുമഴ അവസാനത്തെ ജുമഴയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല എങ്കിലും ഒരുപക്ഷെ അങ്ങനെ ആയേക്കാം. എത്ര ആളുകൾ നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഈ റമദാൻ തുടങ്ങിയതിനു ശേഷം എത്ര ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അവർ ഈ റമദാനിന്റെ മുഴുവൻ 30 നോമ്പ് നോൽക്കും വിചാരിച്ചവരാണ്, നമ്മളെപ്പോലെ വിചാരിച്ചവരാണ്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അടുത്തൊരു ഉല്ലേസിക്ക് എമ്പോഴുണ്ടാവുന്നുണ്ട് അവർക്ക്. അങ്ങനെ മരിച്ചതായി കബറിൽ കൊണ്ടുവച്ച് എല്ലാവരും പോരും. 2-3 ദിവസമൊക്കെ ആളുകൾ ഓർക്കും, ഒരു മാസമൊക്കെ കുടുംബങ്ങൾ ഓർക്കും. പിന്നെ നമ്മുടെ അമലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു വീരവാദവും അവിടെ വിലപ്പോവില്ല. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൗഭാഗ്യമാണ് സഹോദരങ്ങളെ ഈ റമദാനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. റമദാനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയാം, റമദാനിലെ ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ, ഒറ്റ നോമ്പ് നോറ്റാൽ, മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫി സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അലന്നാരി 70 ഖരീഫാ. റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ അവന്റെ മുഖത്തെ നരകാഗ്നിയിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു അകറ്റിക്കൊണ്ടുപോകുന്നു. നരകത്തിൽ നിന്ന് 70 വർഷം യാത്ര ചെയ്താൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തേക്ക് നമ്മളെ ഒരൊറ്റ നോമ്പ് കൊണ്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന. അപ്പം 30 നോമ്പ് നോറ്റാൽ നരകത്തിൽ നിന്ന് നമ്മൾ എത്ര ദൂരെത്തും? ഒരിക്കലും നരകത്ത് പ്രവേശിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാർ ഖന്ദകൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ഒന്നുകൂടെ പറഞ്ഞു, ഒരാൾ ഒരു ദിവസത്തെ നോമ്പെടുക്കുകയാണെങ്കിൽ അയാൾക്കും നരകത്തിനുമിടയിൽ ആകാശഭൂമികളെക്കാളും വിശാലമായ രീതിയിൽ ഒരു കിടങ്ങ് അള്ളാഹു ഉണ്ടാക്കുമെന്നാണ്. അത്രയും വ്യത്യാസം ഉണ്ടാവും നരകവും നമ്മളും തമ്മിൽ. അപ്പൊ ഈ ചൂടുകാലത്ത് തന്നെ നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ ആലോചിക്കുക, നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന ഒരു വലിയ അമലാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഈ നോമ്പ് പകുതിയിലധികവും പിന്നിട്ട സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ എത്രത്തോളം റമദാനിന്റെ ഒരു ഓഫറുകൾ നമുക്ക് നേടാനായി എന്ന് സ്വന്തത്തെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും നോമ്പ് കൊടുത്ത് ഒഴിവായി ആലോചിക്കേണ്ടതാണ്. ഒരാവശ്യമില്ലാതെ എപ്പോഴും തന്നെ ചെറിയൊരു പണ്ടെന്നോ ഒരു വയറുവേദന ഉണ്ടായത് ഓർത്തുകൊണ്ട് റമദാനിൽ ഇപ്പോഴും നോമ്പ് ഒഴിവാക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അത് പിന്നീട് ഡോക്ടറോട് രണ്ടാമതൊന്ന് ചോദിച്ചാൽ അയാൾ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കൊടുത്താൽ അയാൾ നോമ്പ് നോൽക്കാൻ പറയും. എന്നാൽ നോമ്പ് നോൽക്കരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞത് നോൽക്കാനും പാടില്ല, അത് തെറ്റാണ്. അവർക്കതിന് വേറെ വകുപ്പുണ്ട്, ആ വകുപ്പാണ് അവർ സ്വീകരിക്കേണ്ടത്. പക്ഷെ ആത്മപരിശോധന നല്ലതാണ്. ഈ റമദാൻ മാസത്തിൽ പോലും മര്യാദക്ക് നോമ്പ് നോൽക്കാതെ
നോമ്പുകാരനാണെന്ന് എല്ലാവരും തോന്നിപ്പിച്ച ഇടയിൽ കൂടി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ആ നരകത്തിൽ നിന്ന് 70 കൊല്ലം ഇങ്ങോട്ടല്ല വരിക, നരകത്തിൽ അങ്ങോട്ടാണ് നമ്മൾ പോവുക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റമദാൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണ്. റമദാന് ഖുർആൻ ഇറങ്ങിയ മാസം. എത്രത്തോളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. അതുപോലെ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാൻ മാസത്തിൽ രാത്രി നിങ്ങൾ നമസ്കരിച്ചാൽ അവരുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മുൻകഴിഞ്ഞു പോയ മുഴുവൻ പാപം കൊടുക്കും. രാത്രി ഒരാൾ മുഴുവൻ സമയം നിന്ന് നിസ്കരിച്ച പോലെയാണ് എന്ത് തറാവീഹിൽ പങ്കെടുത്താൽ. എത്ര വലിയ ഗുണം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ എത്ര ഈ റമദാനായിട്ട് എത്ര തറാവീഹ് നമസ്കാരം നമുക്ക് കിട്ടി, എത്ര ഒഴിവായി ഒന്നും ആലോചിക്കേണ്ടതാണ്. ഈ സമയത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ മഹലില് അതേപോലെ ഈ പള്ളി അടക്കം 1-2 നിസ്കാര പള്ളി അടക്കം 2-3 പള്ളികൾ, ഇതിലൊക്കെ തറാവീഹ് നിസ്കാരം നടക്കുന്നത്. ഇവിടെ ഒന്നും കാണാത്ത ആൾക്കാർ നമ്മളെ മഹലിലുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഓരോ കുടുംബങ്ങളുമാണ്. കാരണം കുടുംബങ്ങൾക്കറിയാം നമ്മളെ വീട്ടില് തറാവീഹിന് എല്ലാവരും പോകുമ്പോൾ അവിടെ TV കണ്ടും അവരെ സോഷ്യൽ മീഡിയ കണ്ടും വൃത്തികേട് കണ്ടും ഇരിക്കുന്ന ആളാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ മകനാണോ മകളാണോ ഭാര്യയാണോ ഭർത്താവാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. ഇതുവരെ അങ്ങനെ മാത്രമല്ല, ഈ റമദാൻ മാസത്തിന്റെ പവിത്രത പോലും പരിഗണിക്കാതെ ലഹരിയും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് റമദാനിൽ പോലും നടക്കുന്ന ഒരു സാഹചര്യം എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അതൊക്കെ അത്യന്തം ഗുരുതരമായ വിഷയമാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് അത് ശുദ്ധീകരിക്കണം. അത് എല്ലാ കാലത്തും ശുദ്ധീകരിക്കണം. നമ്മൾ റമദാൻ മാസത്തിലാണ് സാധാരണ ഊന്നൽ കൊടുക്കാറുള്ളത്. അതിലേറ്റവും സുപ്രധാനമായ കാര്യമാണ് നമ്മുടെ സക്കാത്തിന്റെ വിഹിതം. അത് നൽകാൻ ബാധ്യതപ്പെട്ടവർ നൽകിയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ധർമ്മം അഥവാ സ്വതക്ക അല്ലെങ്കിൽ സക്കാത്ത്, ഇത് ഏത് ധനവുമായി കൂടിക്കലരുന്നുവോ അത് മറ്റേതിനെ കേടുവരുത്താതിരിക്കുകയില്ല. ശരിക്കും മനസ്സിലാക്കണം. സക്കാത്ത് കൊടുക്കാത്ത കുറച്ച് കാശ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഏതുപോലെയാണെന്ന് അറിയാം. നമ്മളെ കയ്യിൽ കുറച്ച് പാലുണ്ട്. ആ പാലിലേക്ക് വേറെ കുറച്ച് വെള്ളമോ മറ്റു സംഗതികളോ അതിലേക്ക് ആയി കഴിഞ്ഞാൽ ആ പാലിന്റെ ഗുണം പോയത്. ഇതേപോലെ നമ്മുടെ സ്വത്തിൽ നിന്ന് നമ്മൾ നൽകേണ്ട സക്കാത്തിന്റെ വിഹിതം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ സ്വത്ത് മൊത്തം ബാത്തിലായി എന്ന്, അത് മൊത്തം ഫസാദായി എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ആ സക്കാത്തിന്റെ വിഹിതം കൃത്യമായി നമ്മൾ നൽകിയോ എന്ന് ആലോചിക്കും. ഇത് പറയുമ്പോൾ സക്കാത്തൊക്കെ അംഗീകരിക്കും ആൾക്കാർ. കൊടുത്തോന്ന് ചോദിച്ചാൽ വേഗം അതിന് മനസ്സിലൊരു മറുപടി കാണാറുള്ള ചിലരത് ഒരു പുറത്തേക്ക് പറയാനും മടി കാണിക്കാറില്ല. അത് ഞാനിപ്പോ ഈ റമദാൻ മാസമായിട്ട് എത്ര പിരിവ് കൊടുത്തു, അവിടെ എത്തിക്കാനും കൊടുത്തു. ഓരോ വെള്ളിയാഴ്ച പോകുമ്പോഴും അതുപോലെ നിസ്കരിച്ച് പോകുമ്പോഴും ആൾക്കാർ അവിടെ പുറത്ത് ബക്കറ്റൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അതിലൊക്കെ ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഓരോരുത്തർ വരുന്നുണ്ട്, അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പാടെ കൂട്ടി നോക്കിയാൽ ചിലപ്പോൾ എന്റെ സക്കാത്തിനേക്കാളും ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നത്തെ പ്രശ്നം സക്കാത്തൊക്കെ വീടി പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് സഹോദരൻ. അതൊരിക്കലും ശരിയായ നിലപാടല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കി കണക്ക് കൂട്ടി കൃത്യമായി നൽകുന്നതിന്റെ പേരാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമാണ് വിഷയം എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ ചില ആൾക്കാർ പറയും എനിക്ക് അതിന്റെ കണക്കൊന്നും മനസ്സിലാണില്ല എന്നുള്ളതാണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലും ഗുരുതരമായ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാകും. ഇപ്പൊ നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ നമ്മളെ നാട്ടിൽ കൂടിയാണ് പോകുന്നത്. നമ്മളെ പല ആളുകളുടെയും ഭൂമി പോയി. ആ ഭൂമി പോയിട്ട് അതിന് നഷ്ടപരിഹാരം കിട്ടാൻ, കൃത്യമായ തോതിൽ കിട്ടാൻ എത്ര ഓഫീസ് നമ്മൾ കയറി ഇറങ്ങി, എത്ര അപേക്ഷ നമ്മൾ മാറ്റി കൊടുത്തു. അതിന് എനിക്കതൊന്നും മനസ്സിലാവില്ല. അതിന്റെ അപേക്ഷയൊന്നും പൂരിപ്പിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല, എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല. ആരെങ്കിലും വല്ല പ്രയാസവും പറഞ്ഞു അത് അവനാൻ അറിയില്ലെങ്കിൽ അറിയുന്നതിനോട് ചോദിക്കും. അതിനെത്ര സമയം, ഇവിടെ ഒരു ആനുകൂല്യം കിട്ടും തോന്നിയാൽ അതിന് ഏതറ്റം വരെ പോകാനും അറിയാത്തവനും അറിയും. അല്ലെ, ഒരു വിസ കിട്ടിക്കാണ്ട് സൗദി അറേബ്യക്ക് പോവുകയാണെങ്കിൽ എനിക്ക് അറബി അറിയില്ല, എനിക്ക് അവിടെ പോയാൽ പിന്നെ സംസാരിക്കാൻ അറിയില്ല എന്ന് കാര്യങ്ങൾ നിൽക്കലുണ്ട്. അതൊക്കെ പഠിക്കേണ്ടവൻ പഠിച്ചു പോകില്ല. എന്നാൽ ഇതിലും വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ സക്കാത്ത്. സക്കാത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ കണക്ക് മനസ്സിലാവില്ല, എന്നും സംശയം. ഈ സംശയം തീർന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ അന്ന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ തീരാതെ പോവുക, വേറൊന്നുമല്ല. നമുക്ക് അള്ളാഹ് ഈ വിളവ് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കണക്ക് കൂട്ടി കൊടുക്കണം. വളരെ സിമ്പിളാണ് ഈ കാര്യം. എന്താ കണക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാണയത്തിന്റെ സക്കാത്താണെങ്കിൽ എക്സാമ്പിൾ ഞാൻ പറയാം, കാര്യം മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പൊ വെള്ളിന്റെ ഇപ്പൊ 1 ഗ്രാം വെള്ളിക്ക് എത്രയാണ് വില എന്ന് നോക്കിയിട്ടാണ് സക്കാത്ത് കണക്ക് കൂട്ടുക. ഇപ്പത്തെ 1 ഗ്രാം വെള്ളിക്ക് ഇപ്പോ ഇപ്പത്തെ ഒരു നാട്ടിനനുസരിച്ച് 75 രൂപയാണ്. 75 രൂപ. അപ്പൊ 75 × 590. 590 പറയുന്നത് 590 ഗ്രാം വെള്ളിയുടെ പണം നമ്മൾ അത്യാവശ്യം കഴിഞ്ഞ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതാണ് തത്വം.
അപ്പൊ 590 ഗ്രാം വെള്ളി ഇൻറ്റു 75 എന്ന് പറഞ്ഞാൽ 44,250 രൂപയാണ്. അപ്പൊ നമ്മള് ഒരു വർഷത്തിൽ നമ്മൾ അടിസ്ഥാന ആവശ്യം കഴിഞ്ഞിട്ട് 44,250 രൂപ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരാൾക്ക് 5,000 രൂപയാണ് മാസത്തിലെ വരുമാനം എന്ന് കരുതുക. ഒരു 5,000 രൂപയാണ് മാസത്തിൽ അയാൾക്ക് കിട്ടുക. അപ്പൊ ഒരു വർഷത്തിൽ അയാൾക്ക് ഒരു 60,000 രൂപ കിട്ടും. 60,000 രൂപയിൽ നിന്ന് നമ്മൾ അയാളുടെ ചെലവ് എന്ന് പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചെലവ്. അത് ആവശ്യവും അനാവശ്യവും അത്യാവശ്യമൊക്കെ വേർതിരിച്ച് അത്യാവശ്യം മാത്രം എടുക്കാൻ പാടും. അവനവന്റെ ഭക്ഷണം, അതുപോലെ തന്നെ മരുന്ന്, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ അനുബന്ധമായ യാത്രാ ചെലവുകൾ, ഇത്തരം അടിസ്ഥാന ചെലവുകളാണ് ഇന്ന് കഴിക്കേണ്ടത്. ഉദാഹരണമായി ഇന്നൊരു പകുതി ചെലവ് നമ്മൾ അടിസ്ഥാന ചെലവിലേക്ക് കൊടുത്തു എന്ന് സങ്കല്പിച്ചാൽ ഇയാൾക്ക് ബാക്കി 30,000 രൂപ ഉണ്ടാവുക. അയാൾക്ക് സക്കാത്തില്ല. കാരണം എന്താ? അയാൾക്ക് മിച്ചം വന്നത് എത്രയുള്ളൂ? 30. മിച്ചം വരൂല എന്നുള്ളത് വേറെ കാര്യം. ഒന്നും മിച്ചം വരൂല. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തില്ല? സക്കാത്തില്ല. എന്നാൽ ഒരാൾക്ക് 25,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടെന്ന് കരുതി 25,000 രൂപ കിട്ടണം. അപ്പൊ ഏകദേശം അയാൾക്ക് ഒരു 3 ലക്ഷം രൂപ വർഷത്തിൽ അയാൾക്കുണ്ടാകും. അപ്പൊ അതിൽ നിന്നൊരു പകുതി കാശ് അയാളുടെ അടിസ്ഥാന ചെലവിലേക്ക് നീക്കി വെച്ചാൽ ഒരു 1.5 ലക്ഷം രൂപ അയാൾക്ക് ബാക്കിയുണ്ടാകും. അപ്പൊ 1.5 ലക്ഷം ഉണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ആളുകളെ പേടി എന്താ വെച്ചാൽ ആ 1.5 ലക്ഷവും കൊടുക്കണമെന്നാണ്. വേണ്ടി ആ 1.5 ലക്ഷത്തിന്റെ 2.5% കൊടുക്കും. അത്ര ഉണ്ടാകുക ഏകദേശം 3,750 രൂപ. ഇത് കൊടുത്ത ആ ഒരു കൊല്ലത്തെ സമ്പത്ത് മുഴുവൻ ശുദ്ധീകരിച്ചു. എത്ര സുഖമുണ്ട് ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. 100 രൂപ ഉണ്ടെങ്കിൽ 2.5 റുപ്യ കൊടുക്കേണ്ടുള്ളൂ. അല്ല ആളുകളെ ധാരണ മിച്ചുള്ളത് മുഴുവൻ കൊടുക്കണമെന്നാണ്. അങ്ങനെയല്ല. അതിന് 2.5%, അത് ക്ലിയർ ആക്കണം, അത് നന്നാക്കണം. ഇപ്പൊ നമ്മ സ്വത്തിനെ ശുദ്ധീകരിക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇത് കൊടുത്താൽ പൊളിഞ്ഞു പോകുമോ, ഞാൻ ദരിദ്രനാകുമോ, ആകെ പ്രശ്നമാകുമോ എന്നുള്ളതൊക്കെയാണ് ആൾക്കാരെ ധാരണ. അതിന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ കടക്കാരനാണ്. കടം തീരാത്തൊരു കാലം ഇതിൽ ആളുകൾക്ക് ഉണ്ടാവും. എന്നാൽ ഏക്കറക്കണക്കിന് ഭൂമി ഉണ്ടാവും, വേറെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അവിടെ. ഇതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ കടക്കാരനാണ്, ഞാൻ കടക്കായി. കട ഉണ്ടാകുക എന്ന് പറഞ്ഞാല് 2 നിലക്ക് കട ഉണ്ടാവും. ഒന്ന് പട്ടിണി കടന്നിട്ട് അതിന് കടം വാങ്ങിയ ആൾക്കാരുണ്ടാവും. കുട്ടിനെ പഠിപ്പിക്കാൻ കഴിയാതെ കടം വാങ്ങിയ ആൾക്കാരുണ്ടാവും. ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ ബില്ല് വന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിട്ട് കടം വാങ്ങിയുണ്ടാവും. ഇതൊക്കെ ന്യായമായ കടങ്ങളാണ്. എന്നാൽ ഉള്ള സൗകര്യം ആഡംബരം വരുത്താൻ വേണ്ടി കടം വരുത്തുന്ന എത്ര ആൾക്കാരുണ്ട്? മര്യാദ ജീവിക്കാൻ രണ്ടാളും 2-3 മക്കളും ഉണ്ടെങ്കിൽ അതിനുള്ള റൂമും അതിനുള്ള സൗകര്യം മതി വീട്ടിൽ. പക്ഷെ അതിനേക്കാളും വലിയ ആഡംബരത്തോടു കൂടി വീടുണ്ടാക്കുക. ഒരു ബാത്റൂം തന്നെ 1 ലക്ഷം കൊണ്ട് പണി പൂർത്തിയാക്കാം. 10 ലക്ഷം കൊണ്ടും ബാത്റൂം ഉണ്ടാക്കാം. 1 കോടി കൊണ്ടും ബാത്റൂം ഉണ്ടാക്കാം. അല്ലെ? ആ ബാത്റൂം ഉണ്ടാക്കിയാണെങ്കിൽ കടം വന്നാണ് നിങ്ങൾ കടം വാങ്ങിയുണ്ടാവും. അത് അവനവന്റെ ജീവിത നിലവാരം നോക്കിയിട്ട് അത് കടം എന്തിനു വാങ്ങി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അത് കടാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാള് ഒരു 10 ലക്ഷം, ഒരു 50 ലക്ഷം രൂപ അയാൾക്ക് മിച്ചം വന്നു. അയാൾ 1 കോടിയുടെ ഒരു പ്രോജക്ട് തുടങ്ങി, 1 കോടിയുടെ ഒരു സംഗതിക്ക് അഡ്വാൻസ് കൊടുത്തു. 50 ലക്ഷം രൂപ കടാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അയാൾക്ക് ആ 1 കോടി കിട്ടിയായിരിക്കും. അയാൾ 2 കോടിന്റെ പ്രൊജക്ട് വേറെ തുടങ്ങും. 1 കോടി കടാന്ന് പറയും. ഈ കട മരിക്കുന്നത് വരെ തീങ്ങും. ഇതൊന്നും അള്ളാനെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. ഇതൊന്നും ശരിയായ നിലപാടല്ല. മരിക്കുന്നത് വരെ അയാൾക്ക് വെക്കാതെ കൊടുക്കേണ്ടി വരില്ല. എത്ര കോടീശ്വരനെ അയാൾ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെയല്ല ശരി. ഇതെന്താ വെച്ചാൽ നമുക്കൊരിക്കലും ഹൈറല്ലത്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടി വെക്കുന്ന കാശ് നിങ്ങൾക്ക് ഹൈറിനുള്ളതാണെന്ന് നിങ്ങൾ കരുതരുത്. ബൽ ഹുവ ശർറു ലഹും, അത് നിങ്ങൾക്ക് ശർറാണ് കൊണ്ടുവരിക. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ കഴുത്തിൽ ഒരു ആഭരണമായി അത് ധരിപ്പിക്കപ്പെടും. ചുട്ടുപൊള്ളുന്ന ആഭരണമായി ധരിപ്പിക്കും. ഹദീസുകളിൽ കാണാൻ പറ്റും. സകാത്ത് കൊടുക്കാത്ത മുതൽ നാളെ നമ്മുടെ കഴുത്തിൽ ഒരു സർപ്പമായി ചുറ്റി വരികയും അത് നമ്മുടെ മുഖത്ത് ആഞ്ഞു കൊത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, എന്തിനാണ് ഇറങ്ങുന്നത് കണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കണക്ക് നോക്കി കൃത്യമായി സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനി നമ്മൾ അവസാന 10ലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ചയോടുകൂടി അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കും. പക്ഷെ ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അവസാന 10ലേക്ക് എത്തുമ്പോൾ എല്ലാവരും അങ്ങാടിയിലേക്ക് പോകും. എല്ലാവരും പിന്നെ അതുവരെ തറാവീഹിന് വന്നവരൊക്കെ പിന്നെ അങ്ങാടി കൂടി തിണ്ടുക, ടെക്സ്റ്റൈൽസിൽ കൂടി തിണ്ടുക, നേരം വെളുക്കുന്നത്. ഇതൊക്കെ സുഹൃത്തുക്കൾ അതിന്റെ മുമ്പ് പണി പൂർത്തിയാക്കണം. ഏറ്റവും കൂടുതൽ ഫضل ഇവിടെ കിട്ടുന്ന സമയത്ത് നമ്മൾ വേറെ ഷോയിലിന് പോകാൻ പാടില്ല.
അതിനാണ് പ്ലാനിങ്ങും ഒരു ആസൂത്രണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അവസാനത്തെ 10 എന്ന് പറയുന്നത്. ഈ അവസരത്തെ നഷ്ടപ്പെടുത്തിയവന് സർവ്വ നന്മയും നഷ്ടപ്പെട്ടു എന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ദഖല റമളാനു فقال رسول الله صلى الله عليه وسلم إن هذا الشهر قد حضركم وفيه ليلة خير من 1000 شهر. അതില് 1000 മാസത്തെക്കാൾ പുണ്യമുള്ള പ്രാധാന്യമുള്ള ഒരു രാവതൽ വരുന്നുണ്ട് ആ റമളാനിന്റെ അവസാനത്തെ 10-ൽ. അതിന്റെ നന്മ ആർക്കെങ്കിലും തടയപ്പെട്ടു കഴിഞ്ഞാൽ അവന് സർവ്വ നന്മയും തടയപ്പെട്ടു, അവനൊന്നുമില്ലാത്തവനായി മാറുമെന്നാണ്. അപ്പോ ഈ അവസാനത്തെ 10-ലെ ആ ഒരു ലൈലത്തുൽ ഖദറിന്റെ ആ നന്മ നേടുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഇറങ്ങി അതിന്റെ മഹത്വം അറിയണം. അതിന്റെ മഹത്വത്തിൽ പ്രധാനപ്പെട്ടത് ഖുർആൻ ഇറങ്ങിയ രാവാണെന്നുള്ളത് തന്നെ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിശ്ചയമായി ലൈലത്തുൽ ഖദർ ആ ദിനത്തിലാണ്, ആ രാവിലാണ് നാം വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. മാത്രമല്ല ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന രാവാണത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് 900 ചില്ലാനും വർഷം ആയുസ് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയുടെ ഉമ്മത്തിന്റെ ആയുസ് എത്രയാ പറഞ്ഞത്? 60-നും 70-നും ഇടയിലാണ്. 100 വയസ്സ് തികയിലാണ്. അപ്പൊ അത് അനീതിയല്ലേ ശരിക്കും? അവർക്ക് 900 വർഷം ഇബാദത്ത് എടുക്കാൻ സമയം കിട്ടി, നമുക്കാണെങ്കിലോ 100 വർഷം തികയുന്നില്ല. ഇവിടെയാണ് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം. നമുക്ക് ഈ സമുദായത്തിനുള്ള പ്രത്യേകത എന്ത്? ലൈലത്തുൽ ഖദറിൽ ഒരാൾ നന്മ ചെയ്ത 1000 മാസത്തെക്കാൾ കൂടുതൽ കിട്ടും. അപ്പൊ നമ്മൾ ഈ ലൈലത്തുൽ ഖദറിൽ ചെയ്യുന്ന ഒരു ഇബാദത്ത്, ഒരു സുജൂദ്, ഒരു റുക്കൂ, നിസ്കാരം, ഇതിനൊക്കെ എന്ത് കിട്ടുകയാണ്? 1000 മാസം പ്രവർത്തിച്ച കൂലി കിട്ടും. അപ്പൊ അവനും കടത്തി വെട്ടി മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ഒരു രാവ് കൂടിയാണത്. 1000 മാസത്തെക്കാൾ അതിന് പുണ്യം കൊടുക്കും. എല്ലാം നിർണയിക്കുന്ന രാവാണിത്. ആരാധനകൾക്ക് മഹത്വമേറുന്ന രാവാണിത്. പ്രത്യേക പ്രകാശമുണ്ടാകുന്ന ഒരു രാവാണത്. ശാന്തതയുണ്ടാകുന്ന രാവാണത്. കിരണങ്ങളില്ലാതെ സൂര്യൻ ഉദിക്കുന്ന രാവാണത്. മാത്രവുമല്ല ഖൈറും ബറക്കത്തും റഹ്മത്തും മഗ്ഫിറത്തും സലാമും എല്ലാമായി മലക്കുകൾ പ്രഭാതം വരെ ഈ ഭൂമിയെ പൊതിഞ്ഞു കെട്ടുന്ന രാവാണത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. അതായത് ഫജ്ർ വരെ, പ്രഭാതം വരെ മലക്കുകൾ ആ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഈ പറഞ്ഞ ഹൈറും ബറക്കത്തും റഹ്മത്തും മഗ്ഫിറത്തും സലാമും എല്ലാം നമുക്ക് നൽകുന്ന ദിനം, രാവ്. മാത്രമല്ല ഈ ആകാശത്തിന് 1/3 രാത്രിയുടെ 1/3 അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. ആരൊക്കെയാണോ പാപമോചനം നടത്തുന്നത് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രത്യേക രാവ് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നോമ്പ് നോറ്റാൽ 70 കൊല്ലം ദൂരം നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. ഈ അവസാനത്തെ 10-ൽ ഓരോ രാവും നരകത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകൾ നമ്മൾ അകറ്റിക്കൊണ്ടിരിക്കും. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രാവ് കൂടിയാവുന്നു ഈ അവസാനത്തെ രാവ് എന്ന്. അതെന്നാ വരിക? അത് ഒറ്റയിലാണ്. തഹറൂ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ ഒറ്റയിട്ട രാവുകളിലാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ഇപ്പൊ ചെയ്യുന്ന അമലുകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദുആ വർദ്ധിപ്പിക്കുക. പിന്നെ കഴിയുന്ന ആളുകളൊക്കെ ഇഅ്തികാഫിക്കുക. കാരണം എന്താ അറിയോ? കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹ് ثم اعتكف ازواجه من بعده. കാന യഅ്തഖിഫു, ഇഅ്തികാഫിരിക്കുമായിരുന്നു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയണ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അള്ളാഹു അവിടുന്ന് വഫാത്താക്കുന്നത് വരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ 10 ദിവസവും അവസാനത്തെ 10-ൽ ഇഅ്തികാഫിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര തിരക്കൊന്നും നമുക്കില്ലല്ലോ. നബി ഒരു ഭരണാധികാരിയായി ആ സമയത്ത്. അവസാന കാലത്ത് 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നു, കുടുംബങ്ങളെ പോറ്റിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ പ്രവാചകന്റെ അടുക്കൽ വന്നിരുന്നു. ഇതൊക്കെ ഡീൽ ചെയ്യുന്നതിന്റെ ഇടയിലാണ് പ്രവാചകൻ വർഷത്തിൽ ഒരു പ്രാവശ്യം
10 ദിവസം ഒഴിഞ്ഞ് ഇബാദത്തിന് വേണ്ടി ഇരുന്നത്. അതിനുശേഷം തന്റെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പൊ ഇത് വളരെ വലിയ മഹത്വമുള്ള കാര്യമാണ്. എന്തോ അറിയില്ല, നമ്മളെ നാട്ടിൽ ഇത് എത്ര പറഞ്ഞാലും ഇപ്പോഴും നമ്മളെ പള്ളികളൊക്കെ എടുത്തു നോക്കി എത്ര ആൾക്കാർ ഇഅ്തികാഫിരിക്കുന്നുണ്ടാവും. ആണ് കഴിയും ഒരു നുള്ളുനുറുമ്പ് ന്യായം പറഞ്ഞ് ആ സമയം വെറുതെ പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ വെക്കേഷൻ സമയം കൂടിയാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഒഴിവാണ്. ഈ ഒഴിവുള്ള ഒരു സമയത്ത് ഇങ്ങനൊരു നിയ്യത്ത് കൊടുക്കുക. എന്തെങ്കിലും ആ 10 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ വേഗം ചെയ്ത് പൂർത്തിയാക്കി ഒരു 10 ദിവസം പള്ളിയിലൊന്ന് അടങ്ങി ഒതുങ്ങി അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി സമയം നമ്മൾ നീക്കി വെക്കണം. ഈ സമയത്ത് ഈ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീ അതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം പടച്ചോനെ. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ ഈ ഒറ്റയിട്ട രാവിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെ ഈ വിശുദ്ധ റമളാനിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടാകണം, അതിനുള്ള ചിന്ത നമുക്കുണ്ടാകണം, നിയ്യത്ത് നമുക്കുണ്ടാകണം. അതിനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുക.